സത്യസന്ധമായി ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം പറയാം. എൻ്റെ ശരീരത്തിലുള്ള രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. രോഗത്തിൽ നിന്നുള്ള സൗഖ്യം നാം എല്ലാവരും ആഗ്രഹിക്കുന്നില്ല. രോഗം ആരും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയും എനിക്ക് പാപം വേണ്ട. പാപം വേണോ രോഗം വേണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പാപം വേണ്ട, എനിക്ക് പാപം ചെയ്യേണ്ട. നിങ്ങളെല്ലാവരോടും ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്. രോഗത്തെ നിങ്ങൾ വെറുക്കുന്നത് പോലെ പാപത്തെ നിങ്ങൾ വെറുക്കുന്നുണ്ടോ? ശരിക്കും നിങ്ങൾ ഒരു രോഗത്തോട് പ്രതികരിക്കുന്നത് പോലെ പാപത്തെ നേരിടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളിൽ പലരും അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടായിരിക്കണം. കോപം സാധാരണമായിട്ട് മനുഷ്യൻ അകപ്പെടുന്ന ഒരു പാപമാണത്. അതിനെ നിങ്ങൾ ക്യാൻസർ പോലോ എയ്ഡ്സ് പോലോ വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റേതെങ്കിലും ഒരു രോഗത്തെ പോലെ നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ പാപത്തെ വെറുത്താൽ ദൈവം അതിൽ നിന്ന് എന്നെ രക്ഷിക്കും. അതിനെ ജയിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തരും. ഞാൻ പറയും ദൈവം താഴ്മയുള്ളവർ കൃപ കൊടുക്കുന്നു. നാം ഇവിടെ വായിക്കുന്നത് എന്താ? ഞാൻ പിതാവിനോട് ചോദിക്കും, യോഹന്നാൻ 14:16, അവൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും, അവൻ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് കൃപയുടെ ആത്മാവെന്നാണ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് കൃപ തരുന്നത്. എനിക്ക് ആത്മനിറവുണ്ടെങ്കിൽ എനിക്ക് കൃപയും ഉണ്ടായിരിക്കും. കൃപയുണ്ടെങ്കിൽ ഞാൻ ഈ വാക്യം നിങ്ങളെ കാണിക്കാം. 1 എബ്രായ ലേഖനം 10-ാം അധ്യായം. എബ്രായർ 10. ദൈവവചനം വളരെ ശക്തിയുള്ളതാണ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിനെ കൃപയുടെ ആത്മാവെന്ന് പറയുന്നത്. എബ്രായർ 10:29. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: കൃപയുടെ ആത്മാവിനെ എങ്ങനെയാണ് നിന്ദിക്കുന്നതെന്ന്. അത് നാം പാപത്തെ ഗൗരവമില്ലാത്തതായിട്ട് കാണുമ്പോഴാണ്. ഇവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, 29-ാമത്തെ വാക്യം: ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകും. അടിസ്ഥാനപരമായിട്ട് ഇത് പാപത്തെ ലഘുവായിട്ട് കാണുന്നതാണ്. ചിന്തിച്ചു നോക്കൂ, യേശുവിൻ്റെ രക്തം. എൻ്റെ പാപം എങ്ങനെയാണ് ക്ഷമിക്കപ്പെട്ടത്? അത് യേശു ആ ക്രൂശിൽ തൂങ്ങിക്കൊണ്ട് തൻ്റെ രക്തം മുഴുവനും എനിക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ടാണ്. അങ്ങനെ എൻ്റെ പാപം ശുദ്ധീകരിക്കപ്പെട്ടു. എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഈ രക്തത്തെ ഞാൻ ലഘുവായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിൻ്റെ രക്തത്തെ തള്ളിക്കളയുകയാണ്. അതങ്ങനെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിലുള്ള ഏത് പാപവും, ഒരാളോടുള്ള കയ്പായിരിക്കാം, കോപമായിരിക്കാം, കുറ്റം പറയുന്നത്, ഇതിനെയൊക്കെ ഞാൻ ലഘുവായിട്ടെടുത്താൽ ഞാൻ പറയുന്ന ഇതാണ്: യേശുവിൻ്റെ രക്തത്തെ ഞാൻ കാര്യമാക്കുന്നില്ല, അതിനൊരു വിലയുമില്ല. ഇവിടെ പറയുന്നത് യേശുവിൻ്റെ രക്തത്തെ നിങ്ങൾ മലിനമെന്ന് വിചാരിക്കുകയാണ്. കൃപയുടെ ആത്മാവിനെ നിങ്ങൾ നിന്ദിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് കൃപയുടെ ആത്മാവെന്നാണ് പറയുന്നത്. താഴ്മയുള്ളവർക്ക് ആ കൃപയുടെ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എപ്പോഴൊക്കെ എനിക്ക് താഴേക്ക് പോകണമെന്ന് പറയുന്നു, എനിക്ക് മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതണം എന്ന് വിചാരിക്കുന്നെങ്കിൽ, അവിടെ തന്നെ നിങ്ങളെ എപ്പോഴും സൂക്ഷിക്കുന്നെങ്കിൽ നിങ്ങളെപ്പോഴും ആത്മാവിൽ നിറഞ്ഞവനായിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിരിക്കും. ആദ്യമായിട്ട് ദൈവം തൻ്റെ ആത്മാവോട് നിറക്കി എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയത് ഇതാണ്. എല്ലാ ദിവസവും എൻ്റെ ജീവിതം മുഴുവനും ഈ ആത്മാവോട് നിറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ നിമിഷവും. സങ്കീർത്തനം 34-ാം അധ്യായം എൻ്റെ ഹൃദയത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലായ്പ്പോഴും. സങ്കീർത്തനം 34-ന്റെ 4-5 വാക്യങ്ങൾ: ഞാൻ യഹോവയുടെ അപേക്ഷിച്ചവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഇത് പഴയ നിയമമാണ്, മനോഹരം. പുതിയ നിയമത്തിൽ ഇത് എത്ര അധികമായിരിക്കണം. ഞാൻ ഭയപ്പെടുന്ന സകല കാര്യങ്ങളിൽ നിന്നും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയും. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്ന കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമോ, എൻ്റെ കുടുംബത്തിന് സംഭവിക്കുമോ, ഇങ്ങനെയുള്ള എല്ലാ ഭയത്തിൽ നിന്നും ഞാൻ അപേക്ഷിച്ചു. സകല ഭയത്തിൽ നിന്നും അവനെ രക്ഷിച്ചു. അവങ്കലേക്ക് നോക്കിയവർ
എൻ്റെ മുഖഭാവം തന്നെ തേജസ്സുള്ളതായിട്ട് മാറും. നാം നിരാശരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമോ? കോപത്തോടെ ഇരിക്കാൻ, വിഷാദിച്ചിരിക്കാൻ. ഞാൻ ചിന്തിക്കുന്നു, യേശുവിൻ്റെ മുഖം എപ്പോഴും പ്രകാശപൂർണ്ണമായിരുന്നു. യേശു വ്യസനപാത്രമായിരുന്നിട്ടും അവൻ മറ്റുള്ളവരുടെ ഭാരമാണ് വഹിച്ചത്, തൻ്റെ തന്നെ ആയിരുന്നില്ല. ഒരിക്കലുമല്ല. മറ്റുള്ളവർ അവനോട് എങ്ങനെയാണ് പെരുമാറിയത്, അവനെ പിശാചെന്ന് വിളിച്ചോ, മറ്റുള്ളവർ അവനോട് എങ്ങനെ മോശമായിട്ട് പെരുമാറിയോ, അവനെ ഉപദ്രവിച്ചതോ, അവൻ എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ സന്തുഷ്ടനായിരുന്നു പരിശുദ്ധാത്മാവിനാൽ. അവനിലുണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് അവൻ നമുക്കും തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ ഇത് ഓർത്തിരിക്കുക. ഈ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് തന്നിരിക്കുന്നത് എപ്പോഴും നാം ജയാളികളായിരിക്കാനാണ്. അതുകൊണ്ട് ആത്മാവിൽ നിറയേണ്ടത് വളരെ പ്രധാനമാണ്. നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് പോകാം. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? എഫേസ്യർ 5:18 ഈ വാക്യത്തിൽ 2 കൽപ്പനകളുണ്ട്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായിരിപ്പീൻ. ഇതൊരു നിർദ്ദേശമല്ല. പുതിയ നിയമത്തിലുള്ളത് നിർദ്ദേശങ്ങളല്ല, മറിച്ച് കൽപ്പനകളാണ്. ദൈവത്തിൻ്റെ ഒരു കൽപ്പന ലംഘിക്കുന്നത് പാപമാണ്. ഇവിടെ 2 കൽപ്പനകളുണ്ട്. അതിലൊരു കൽപ്പന ഇതാണ്: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായിരിപ്പീൻ. 2 കൽപ്പന: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായിരിപ്പീൻ. ഇപ്പം ഞായറാഴ്ച രാവിലെ നിങ്ങളിൽ ആരും വീഞ്ഞു കുടിച്ച് മത്തരായിട്ട് ഇവിടെ വരികയില്ല. വീഞ്ഞു കുടിച്ച് മത്തരാകുന്ന ദൈവവചനം പറയുന്നുണ്ട്. എന്നാൽ അതേ വചനം പറയുന്നു, ആത്മാവ് നിറഞ്ഞവരായിരിപ്പീൻ. അതുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ ആത്മാവ് നിറഞ്ഞവരായിട്ടായിരിക്കണം വരേണ്ടത്. ഇതേ വാക്യത്തിൽ തന്നെ ഇവിടെ ഒരാൾ മദ്യപിച്ച് മത്തനായിട്ട് ഈ സഭയിലേക്ക് കടന്നു വന്നാൽ നാം പറയുവാൻ ദൈവവചനം ഗൗരവമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ ഒരാൾ ആത്മാവിൽ നിറയുന്ന കാര്യത്തിൽ ഗൗരവമില്ലാതെ ഇവിടെ വന്നാലോ ഒരുപോലെ തന്നെയാണ്. വീഞ്ഞു കുടിച്ച് മത്തനായിട്ട് ഒരാൾ സഭയിലേക്ക് വരുന്ന പോലെ തന്നെയാണ് ആത്മാവിൽ നിറയാതെ ഒരാൾ വരുന്നത്. രണ്ടും ഒരുപോലെ അനുസരണക്കേടാണ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഒരാൾ വീഞ്ഞു കുടിച്ച് മത്തനായിട്ട് വരുന്നു, ഞാൻ ആത്മാവിൽ നിറയാൻ ആഗ്രഹമില്ലാത്തവനാണെങ്കിൽ ഞാൻ അവനെ പോലെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ അത് പറയുക. ആത്മാവിൽ നിറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഗൗരവമുള്ളവനാകും. ഞാൻ വിശ്വസിക്കുന്നു ആത്മാവിൽ നിറയുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. ആത്മാവിൽ നിറയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പാപത്തെ ജയിക്കാനായിട്ട് അതില്ലാതെ കഴിയില്ല. എൻ്റെ മനോഭാവം പലപ്പോഴും മോശമായിരിക്കും. ഞാൻ പലപ്പോഴും അങ്ങനെ ആയിരുന്നു. വീണ്ടും ജനിച്ചവനാണോ? യേശു എൻ്റെ ഹൃദയത്തിലുണ്ട്. എങ്കിലും പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ മോശം മനോഭാവമുള്ളവനായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങൊരിക്കലും മോശം മനോഭാവമുള്ളവനായിരുന്നില്ല. എന്തു തന്നെ സംഭവിച്ചാലും ആളുകൾ അവനോട് എങ്ങനെ പെരുമാറിയാലും വചനം പറയുന്ന ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ യേശു നടന്നതുപോലെ ഞാനും നടക്കണം. പിശാച് പറയും അത് അസാധ്യമാണ്. പിശാച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ജീവിതം അസാധ്യമാണ്. ശരിയാണ്, പരിശുദ്ധാത്മാവില്ലെങ്കിൽ അത് അസാധ്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ, ഇവിടെ പറയുന്നത് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ എഫേസ്യ ലേഖനം 5:18-19 പറയുന്ന പോലെ സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നു നിരാശപ്പെടുകയും പരാതി പറയുന്നവൻ്റെ ഒരു ചിത്രമാണോ ഇത്? മറ്റുള്ളവരുടെ ജീവിതത്തെ അങ്ങനെ ആക്കുന്നവൻ അല്ല. വളരെ സന്തോഷമുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. ആത്മാവിൽ നിറയുമ്പോൾ നിങ്ങളുടെ ജീവിതവും ഇതുപോലെയാകും. ആനന്ദമുള്ളവൻ. അവനൊരു മോശം മനോഭാവത്തിലല്ല. എന്ത് സംഭവിച്ചാലും എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നവൻ. ആത്മാവിൽ നിറഞ്ഞവൻ്റെ ഒരു ചിത്രമാണിത്. നിങ്ങളുടെ ജീവിതവും 18-19 വാക്യത്തിൽ പറയുന്ന പോലെ ആകും.